ഗൈസ്, അപ്പോൾ ഇന്ന് കുറേ നാളായി ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് എനിക്ക് ഇതും പിന്നെ പനിയൊക്കെ ആയിട്ടായിരുന്നു, അല്ലെങ്കിലും ചെറിയ മടിയൊക്കെ ഉണ്ട് ഇടാൻ. സോ നമ്മൾ ഇന്നൊരു മിത്ത് ബസ്റ്റിംഗ് ചാലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മിത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്രീനിൻ്റെ മേളിൽ ഇപ്പം നമ്മൊരു സാധനം എന്തെങ്കിലും നോക്കുമ്പോൾ അത് മറന്നു കിട്ടില്ല. അതേപോലെ ആ സ്കെയിലിൻ്റെ മേളിലൊരു പേപ്പർ വെച്ചിട്ട് അത് വെക്കണമെങ്കിൽ അത് പോകില്ല. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി അത് പോകും. ഇനി ഞാൻ പേപ്പർ എടുത്തിട്ട് വെക്കുമ്പോൾ എന്തായിരിക്കും എന്ന് കാണിച്ചു തരാം. നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി പേപ്പർ എടുത്തിട്ട് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഞാൻ സ്കെയിൽ എടുത്ത് വെച്ച് ഇതെങ്ങനെ ആവശ്യം ഇത് ഇങ്ങനെ ഇതിൻ്റെ മേളിൽ വെക്കണം. ഓക്കെ, എന്നിട്ട് നമ്മളെ ഷോ പ്ലേ ആണ്. അവിടെയാണ് ഞാൻ പോയി എടുത്തിട്ടും വരാം. ഓക്കെ, കറന്നൊന്നും പോയില്ലേ. എന്നിട്ട് ഇതിൻ്റെ കറക്റ്റാണ് ഗൈസ്. ഞാൻ ഒരു ലക്ഷം കൂടെ നോക്കണം. അത് മറന്നിട്ട് വീഴാൻ പോണ പോലെ ചെറുതായിട്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. നോക്കട്ടെ. അതെ ഗൈസ്, മറന്നിട്ട് വീഴുന്നുണ്ട്. ചെറുട്ട് ഞാൻ ഇച്ചിരി കൂടെ കേച്ച് വെച്ച് നോക്കട്ടെ. സെറ്റാണ് ഗൈസ്. സോ ദ മിത്ത് കൺഫേം. സെക്കൻഡ് മിത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൊരു ബോളുണ്ട്. ഇങ്ങനത്തെ ബോളിൽ നമ്മൾ ക്ലേ കോട്ടിങ് കൊടുത്താൽ അതിങ്ങനെ ബൗൺസ് ആവും. നല്ല ഹൈറ്റിൽ ബൗൺസ് ആവും. ഇതിപ്പോൾ കാണിച്ചിട്ട് ഇത് ഇത്രയല്ല ബൗൺസ് ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ അവിടം വരെ ബൗൺസ് ആവുമെന്നാണ് കേട്ടേക്കണം. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. അപ്പം ഞാനൊന്ന് ക്ലേ ഒക്കെ പൊട്ടിച്ച് കോട്ടിങ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങനെ ഒരു ഉണ്ട പോലെ അയക്കിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയിരിക്കും ബൗൺസ് ആവുന്നു. ചില ഞാൻ വീഡിയോ കണ്ടത് അത് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നന്നായിട്ട് ബൗൺസ് ആവുന്നതാണ്. ഇവിടെ ഇങ്ങനെ കുത്തിടണം. ഇങ്ങനെ കുത്ത് 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 കുത്തിടുക. സോ ഇതേപോലെ കുത്തിടണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉണങ്ങിയൊന്നും വേണ്ടാന്ന് അവർ ശരിക്കും കട്ടിയാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞേക്കണം കട്ടിയൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്താൽ മതി, അപ്പം തന്നെ അത് പോയിക്കോളുക. എന്നിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് പക്ക ഫേക്ക് ആയിരിക്കും എന്നാണ്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഇതാണ് നമ്മുടെ ബോള്. ഗൈസ്, ബൗൺസ് ആവുന്നില്ലത് കണ്ടോ? എനിക്കപ്പോഴാ അറിയായിരുന്നു ഇത് ഫേക്ക് ആയിരിക്കുന്നു. സോ ദ മിത്ത് ബസ്റ്റഡ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വിത്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വായ കൂടെ സ്മോക്ക് ഇടാൻ പറ്റുമെന്നാണ്. സോ അപ്പോൾ അത് കുറേ വൈറലായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. ഇങ്ങനെ ആൾക്കാർ വായ കൂടെ സ്മോക്ക് ഇടുന്നു. അപ്പം നമ്മൾ അവിടെ വിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെപ്സൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ. ഓക്കെ സാർ, ആദ്യം നമ്മൾ എയർ ഫില്ല് ചെയ്യണം നമ്മുടെ വായിൽ. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. എന്നിട്ട് നല്ല വെട്ടുണ്ട പ്ലേസിൽ കൊണ്ട് ഊതണം. സോ വെട്ടുണ്ട പ്ലേസിൽ വച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ട്രൈ ചെയ്യാൻ കേട്ടോ. പോയിരുന്നു ഗൈസ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കാണിച്ചു തരാം. സോ ദ മിത്ത് കൺഫേംഡ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ദിവസം ഒരു സർപ്രൈസ് കിട്ടുകയായിരിക്കും. സോ ഡു സബ്. നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെ പേപ്പർ ഇങ്ങനെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ 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 അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 8-7 പ്രാവശ്യമാണ് മാക്സിമം പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാനൊരു പേപ്പർ ഇങ്ങനെ മടക്കണം, എന്നിട്ട് ഇങ്ങനെ മടക്കണം, എന്നിട്ട് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് വരുമെന്ന് നോക്കാം. എനിക്ക് തോന്നണ 8 അത്രയ്ക്ക് ഒരു പേപ്പർ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ
ഞാനിപ്പോൾ എത്ര ഫോൾഡ് ചെയ്തിട്ടുള്ളതാണ്? 1 2 3 ഇത്രയും 3 ഫോൾഡ് ഉണ്ട്. 4 5 പഴയ നല്ല കട്ടിയാണ് കേട്ടോ ഗൈസ്. നമുക്ക് 8 പ്രാവശ്യം പറ്റൂന്നാണ് അത് ഈ പറഞ്ഞേക്കണത്. എനിക്ക് പറ്റുന്നില്ല ഗൈസ്. 6 തികച്ച് പറയാം. 7 മടക്കാൻ പറ്റുമെന്ന് 7 പറ്റുന്നില്ല. നോക്കട്ടെ ഗൈസ്. ഒരാവശ്യം കൂടെ ഞാൻ ട്രൈ ചെയ്യാം. എത്തിക്കാൻ പറ്റുന്നില്ല. സോ ഇത് മിത്ത് കൺഫേംഡ് ആണെന്നും പറയാൻ പറ്റൂല, ഇത് മിത്ത് കൺഫേംഡ് അല്ലേന്നും പറയാൻ പറ്റില്ല. അവർ പറഞ്ഞത് 8-7 പ്രാവശ്യം, പക്ഷെ എനിക്ക് കുറച്ചത് ഇവിടെ 6 പ്രാവശ്യം. എന്നിട്ട് മടക്കി 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 7 പ്രാവശ്യം മടക്കി സെറ്റായിട്ടുണ്ട്. അവർ പറഞ്ഞ 7 ഒന്നല്ലെങ്കിൽ 7 ഒന്നല്ലെങ്കിൽ 8 എന്നാണ്. അപ്പം എനിക്ക് 7 പ്രാവശ്യം മടക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം മിത്ത് കൺഫേം. നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മിങ്ങനെ റോൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ റോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ബോളങ്ങാട് വിട്ടുപോകും. ഇങ്ങനെ ചെയ്യുമ്പോൾ അടുത്ത ഒരു ക്ലൈൻ്റെ അംശം പോലും ഉണ്ടാവില്ല എന്നാണ് ഗൈസ് പറഞ്ഞേക്കാം. നമുക്കത് ട്രൈ ചെയ്യാം. ഉണ്ടാവുക ഇതിങ്ങനെ വരത്തണം, ബോണ്ട് വരത്തണം. അവര് ഗൈസ് വിട്ടുപോയി. 2 പീസായിട്ടുണ്ട്. വിത്ത് കൺഫേംഡ് ഉണ്ടോ ഗൈസ്? സത്യം കിട്ടും പറയുകയാണെങ്കിൽ ഇതിലൊരു പോറലും പോലും വന്നിട്ടില്ല. ഇങ്ങനെ ഉണ്ടോ? പക്ഷെ എൻ്റെ കയ്യിലായി, അത് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് പോയിക്കോളും. നിങ്ങൾ കണ്ടില്ല, ഞാൻ ഒരു പ്രാവശ്യം അവിടെ കാണിച്ചു തരാം. അപ്പം പിന്നെയും ഞാൻ റൗണ്ട് ആക്കിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഉണ്ടോ? ഗൈസ്, സോ ദ മിത്ത് കൺഫേംഡ്. നമ്മുടെ നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ ക്ലേയിൽ ഒരു തുള്ളി വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ചെയ്തോണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അത് സ്ലൈം ടെക്സ്ചർ ആവുന്നതാണ്. എനിക്കിത് തോന്നുന്നില്ല. ഇത് നമ്മുടെ മറ്റേ ബൗൺസിങ് ബോളിൻ്റെ പോലത്തെ ഒരു ബസ്റ്റിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, വന്നു കഴിഞ്ഞു. ഒരു സ്ലൈമിൻ്റെ ടെക്സ്ചർ ആയിട്ടില്ല. ക്ലേ ഇച്ചിരി സോഫ്റ്റ് ആയതുള്ളൂ ഗൈസ്. സോ ദിസ് ഈസ് ബസ്റ്റഡ്. നമ്മുടെ നെക്സ്റ്റ് മിത്ത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ 2 ബുക്ക് ഒരു പേജ് അങ്ങനെ വച്ചിട്ട് വലിക്കണമെങ്കിൽ പറ്റൂല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ബുക്ക് കിട്ടിയത് ചോട്ടാവിൻ്റെ 2 മക്കളുടെ ബുക്കാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു പേജ് ഇങ്ങനെ, അടുത്ത ഇതും ഇങ്ങനെ. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചു, അടുത്ത പേജ് ഇങ്ങനെ വെച്ചു, അടുത്ത പേജ് ഇങ്ങനെ വെച്ചു. അതേപോലെ ഇങ്ങനെ ഫുൾ പേജ് ഇങ്ങനെ ആക്കണമെങ്കിൽ, എന്നിട്ട് വലിക്കണമെങ്കിൽ നമുക്ക് പറ്റൂല എന്നാണ്. അപ്പോൾ ഞാൻ മടക്കിയിട്ട് കാണിച്ചു തരാം. ഞാൻ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വലിച്ചാൽ പോവില്ല എന്നാണ്. ലെറ്റ്സ് ട്രൈ. ജസ്റ്റ് മറന്നിട്ട് വീണ് ഗൈസ്. സോ എനിക്കിത് പറ്റുന്നില്ല. എനിക്കിതിപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. എനിക്കിത് പറ്റിയില്ലെങ്കിൽ എൻ്റെ ബോഡി ബിൽഡർ വിളിക്കട്ടെ. ബോഡി ബിൽഡർ എന്ന് ചോദിച്ചാൽ എൻ്റെ കൂട്ടുകാരനാണ്. സോ അവൻ ചില വീഡിയോസിലൊക്കെ ഉണ്ടാവും. ചിലട്ടാണ് നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ട്രൈ ചെയ്യാവുന്ന പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ എൻ്റെ ബോഡി ഗാർഡിനെയും കൂടെ വിളിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇങ്ങനെ വലിക്കാം. അപ്പം ഞാൻ ബോഡി ഗാർഡറിനെ വിളിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാം. നെക്സ്റ്റ് ഡേ കഴിഞ്ഞിട്ടാണ് ബോഡി ബിൽഡേഴ്സ് വന്നേക്കുന്നത്. ഒരെണ്ണം ഉണ്ടാവുമെന്ന് പറഞ്ഞ 3 കയറി വന്നിട്ടുണ്ട് കൈ. അപ്പോൾ നമുക്ക് വലിച്ചാക്കാം. ഞങ്ങൾ
നമ്മുടെ നെക്സ്റ്റ് മിത്ത് ഒന്ന് കണ്ട ഇതിങ്ങനെയാണ് ബോഡി ബിൽഡേഴ്സിന് ആകെ 20 പുഷപ്പ് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ ഇത് തിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പൊ അതെ ബോഡി ബിൽഡർ വന്നിട്ടുണ്ട്. ട്രെയിൽ ചെയ്തപ്പോ തന്നെ ആ കറി കഥച്ചു. അപ്പൊ ചെയ്തോ. ഒന്ന് ഇവന്മാർക്ക് മാക്സിമം 2 എണ്ണം മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സോ ദ മിത്ത് കൺഫേംഡ്. അടുത്ത മാധവേ 3, 2, 1 സ്റ്റാർട്ട്. എന്നോട് പുഷപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എത്രയിടാ നീ പറ? എത്ര 14. 15 ചെയ്തു. എന്താണ് നടുവടി? അതന്നെ ഇവ 3 എണ്ണം ചെയ്തോളൂ. ഞങ്ങള് 15, 14 കടന്ന് 14 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ 15. ഇച്ചിരി കൂടെ സ്ട്രോങ് ആണെങ്കിൽ ഇത് ദിവൻ കരാട്ട മാസ്റ്റർ എന്നും പറഞ്ഞിട്ട് ബ്രൗൺ ബെൽറ്റ് ആണ് ഗൈസ്. അന്നത്തെ പോലെ പക്ക കൺഫേംഡ്. എനിക്ക് അറിഞ്ഞിട്ടില്ല.